ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജീനി മേക്ക് എ വിഷ് എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഇബ്ലിസിന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു ജീനി ആയിട്ടുള്ള ഷാദി ഇപ്പോൾ അവന്റെ പവേഴ്സ് ഉപയോഗിച്ച് ഈ ഒരു ലോകത്തിലുള്ള എല്ലാവരെയും മയക്കി എടുത്തിട്ട് നേരെ ഇബ്ലിസിന്റെ അടുത്ത് വരികയും ഒരു മാജിക്കൽ ആയിട്ടുള്ള സ്ട്രിങ് കൊണ്ട് അവനെ ട്രാപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു ഷാദീനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മാസ്റ്റർ ആരാണെന്ന് ഇബ്ലിസ് അന്വേഷിക്കുമ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യങ്ങിന്റെ പൂർവ്വജന്മത്തില് ജീനിയുടെ വിഷയിട്ട സമയത്ത് അവളെ രക്ഷിച്ച ഹൻബിഷ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനാണെന്ന് ഇബ്ലിസ് കണ്ടെത്തുന്നത് വരെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് മുതലേ ഇബ്ലിസിന്റെ ആ ഒരു പവർ കാരണം കൊണ്ട് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരിക്കലും മരണമില്ലാത്ത ഒരു ഇമ്മോർട്ടലായിട്ട് തീർന്നിരിക്കുകയായിരുന്നു ഈ ഹൻബിഷ്. അങ്ങനെ ഇപ്പം അവൻ ജങ് എന്ന് പറഞ്ഞ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും പേരിലൊക്കെയാണ് ആ ഒരു നാട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അന്ന് ഈ ട്രേഡേഴ്സ് ഒക്കെ വന്നിട്ട് ഈ യങ്ങിനെയും ആ ഹൻബിഷിനെയൊക്കെ തള്ളിയിട്ടപ്പോൾ നായ്ക്കൾ വന്ന് ഹൻബിഷിനെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് അവന്റെ കാലിൽ ആ ഒരു മുറിവും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ജങ് എന്ന ആ ഒരു ഹൻബിഷിന്റെ വീട്ടിലാകട്ടെ ഷാദി ഇങ്ങനെ തന്റെ പെർമിഷൻ ഇല്ലാണ്ട് പുറത്തേക്ക് പോയതൊക്കെ അറിഞ്ഞിട്ട് ദേഷ്യം വരുന്ന ജങ് ഇപ്പോൾ അവന് കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റിനെ തന്നെ കൊന്നുകളയുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു നാട്ടിലേക്ക് എത്തിയതിനു ശേഷം തന്റെ കടങ്ങളും ബാക്കിയുള്ള ലയബിലിറ്റീസ് ഒക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട പോലെ ജൂനിയോ എന്ന് പറയുന്ന ഒരു പയ്യൻ ഈ ജങ്ങിന്റെ അച്ഛനായിട്ട് കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ശരിക്കും അവനാകട്ടെ ഈ ജങ്ങുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലെന്നും അവന്റെ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ജങ്ങിന്റെ ഒപ്പം കൂടെ കൂട്ടിയതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാലും ഇതിന് പുറകിലുള്ള മിസ്റ്ററി എന്താണെന്നും ഒരു ചെറിയ കുട്ടിയുടെ ബോഡി ആയാലും ഇങ്ങനെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ആത്മാവാണ് അതിനകത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും ഈ ജൂണിന് അറിയാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഒരാളെ തന്റെ കൺമുമ്പിൽ വെച്ച് ഇങ്ങനെ കൊല്ലുന്നൊക്കെ കണ്ടിട്ട് അവനാകെ ഭയങ്കര വിയോടായിട്ട് പോയിട്ട് വോമിറ്റ് ഒക്കെ ചെയ്ത് കളയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഷാദി ആകട്ടെ താൻ ഇബ്ലിസിന്റെ അടുത്ത് പോയതാണെന്നും കാരണം ഇബ്ലിസ് എങ്ങാനും തന്റെ കാര്യം മനസ്സിലാക്കിയിട്ട് ഇവിടേക്ക് വന്നിട്ട് ജങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കുമെന്നും താൻ പ്രതീക്ഷിക്കുന്നതായിട്ട് ഷാദി ഇപ്പൊ പറയുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ജങ്ങിനാകട്ടെ വേറൊരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും അവൻ ഷാദീനെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതിനെ ഇബ്ലിസിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നമ്മുടെ ഇബ്ലിസിനെ കൊണ്ട് എന്തോ ഒരു കാര്യം ഈ ജങ്ങിന് നേടി എടുക്കണമായിരുന്നു. അങ്ങനെ ഈ ഷാദി എന്ന് പറയുന്ന ആ ഒരു ജീനിയും നമ്മുടെ ജങ്ങും കൂടി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു ജീനി ഈ ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള ജങ്ങിനെ കാലിഡ് എന്ന് വിളിക്കുന്നത് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് ചുരുക്കി പറഞ്ഞ ആ ഒരു കാലിന് വയ്യാത്ത കുട്ടിക്ക് തന്നെ 3 പേരില് ഹൻബിഷ്, കാലിഡ്, പിന്നെ ജങ്, അങ്ങനെ 3 പേരിലും അവൻ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, ഈ ജങ്ങിന്റെ ശരിക്കത്തെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഇബ്ലിസിന്റെ ആ ഒരു ലാമ്പ് തട്ടിയെടുത്ത് അവന്റെ പുതിയ മാസ്റ്ററായിട്ട് താൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ 3 വിഷസ് നടപ്പിലാക്കിയിട്ട് ഈ ലോകത്തുള്ള എല്ലാ സ്പിരിറ്റ്സിന്റെയും ലീഡർ ആവുക എന്നതായിരുന്നു. ഇതേ നേരം തന്നെ ലാമ്പിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ഷാദിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇബ്ലിസ് വേഗം പോയപ്പോൾ അവളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ദേഷ്യത്തില് അവൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇബ്ലിസ് അവിടേക്ക് വരുമ്പോൾ താന് ഇങ്ങനെ ആ ഒരു അവർ ഗ്ലാസിനെയൊക്കെ ടച്ച് ചെയ്യുന്ന നേരത്ത് എനിക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടായതും അതില് ഈ കാലിഡ് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ പേര് ഇവള് കേൾക്കുന്നതും അവൻ എന്തോ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആളുടെ വിഷനിൽ വന്നതായിട്ട് ഇപ്പൊ യങ് ഇബ്ലിസിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു ലാമ്പിന് പുറത്തു വന്നതിന് ശേഷം ഷാദി അവനെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മാജിക്കൽ ആയിട്ടുള്ള സ്ട്രിങ്ങിന് ഇവരെ പോലെ ഉള്ള സ്പിരിറ്റ്സിനാർക്കും അതിനെ അഴിക്കാനായിട്ട് സാധിക്കില്ലെന്നും മനുഷ്യർക്ക് മാത്രമേ അതിനുള്ള പവർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ നേരെ തന്നെ ആ ഒരു സ്ട്രിങ് എടുത്ത് അവളുടെ മുത്തശ്ശിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതും മുത്തശ്ശി അത് എളുപ്പത്തിൽ തന്നെ അയച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി അവൾ ഒരു പ്രാവശ്യം കൂടി ആ ഒരു സ്ട്രിങ് ഇപ്പോൾ ഇബ്ലിസിന്റെ കയ്യിൽ കെട്ടി കൊടുക്കുകയും പക്ഷെ ഇപ്രാവശ്യം തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ ഒരു ലാമ്പിൽ നിന്ന് വിട്ടുപോയതിനും പാസ്റ്റ് ലൈഫിൽ തന്നെ ഒറ്റയ്ക്ക് ആ ഒരു ഡെസേർട്ടിൽ ഉപേക്ഷിച്ച് പോയതിലൊക്കെ പ്രതികാരമായിട്ട് ആ ഒരു സ്ട്രിങ് അഴിക്കാതെ ഇപ്പൊ അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പാവം നമ്മുടെ ഇബ്ലിസ് ഇപ്പൊ വീണ്ടും പെട്ട അവസ്ഥയിലാണ്. അതേ നേരം തന്നെ നമ്മുടെ ജങ്ങിന്റെ വീട്ടിൽ അവൻ അച്ഛനായിട്ട് കഴിഞ്ഞിരുന്ന ജൂൺ ഇപ്പൊ വന്നിട്ട് തനിക്ക് ഈ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യണമെന്നും ഇവിടെ കണ്ടിന്യൂ ചെയ്യാനും താല്പര്യമില്ലെന്നും പറയുമ്പോൾ ഈ ജങ്ങിന്റെ അമ്മയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ അവള് വന്നിട്ട് ഞങ്ങളൊക്കെ ജങ്ങിനെ ഫാദർ എന്നാണ് വിളിക്കാറുള്ളതെന്നും ഈ ഒരു കോൺട്രാക്ടൊക്കെ ബ്രേക്ക് ചെയ്ത് നീ ഒരു മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്നും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി പട്ടികളെ പോലെ പണിയെടുക്കാനായിട്ട് അത്രയും ലോയൽ ആയിട്ടുള്ളവരാണെന്നും അവന് വേണ്ടി ആരെയും കൊല്ലാൻ പോലും നമ്മൾ മടി കാണിക്കരുതെന്നും പറഞ്ഞ് അവളിപ്പോൾ അവനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. ഇതേ നേരം തന്നെ വീണ്ടും നമ്മുടെ യങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ആ ഒരു ട്രക്ക് ഡ്രൈവറാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ പുറകിൽ നിന്നും ഈ അടുത്ത് മിസ്സിംഗ് ആയിപ്പോയ ആ ഒരു ബ്ലോണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതും ഇവൻ തന്നെ ആയിരിക്കുന്നു ഉറപ്പുള്ള യങ്. അപ്പോൾ അന്ന് ആ ഒരു വണ്ടിയിൽ വെച്ചിട്ട് അവൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന
ആ ഒരു ബ്ലോണ്ട് ആയിട്ടുള്ള പെൺകുട്ടിയുടെ ബ്ലഡ് സ്റ്റെയിൻസും ഹെയറൊക്കെ അവന് തന്നെ തിരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീയാണ് ആ ഒരു ബ്ലോണ്ട് ആയിട്ടുള്ള പെൺകുട്ടിയുടെ മിസ്സിങ്ങിന് പുറകിൽ നിന്നും ഇത് അതിനുള്ള എവിഡൻസ് ആണെന്നും പക്ഷെ നിന്നെ ഞാൻ റിപ്പോർട്ടൊന്നും ചെയ്യില്ലെന്നും ആക്ച്വലി ഇങ്ങനെ കില്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നും നമുക്ക് വേണമെങ്കിൽ കില്ലിംഗ് പാർട്ട്നേഴ്സ് ആവാമെന്നും അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവൾ ശരിക്കും ഒരു സൈക്കോപാത്ത് ആണെന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു ട്രക്ക് ഡ്രൈവർക്ക് ഈ ഒരു ഐഡിയ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നുണ്ടെങ്കിലും അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യങ് പ്ലാൻ ചെയ്ത ഒരു ഐഡിയ ആണ് ഇതെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിനുശേഷം അവൾ നേരെ ഇബ്ലിസിന്റെ അടുത്ത് പോയിട്ട് കണ്ടിട്ട് വേഗം ആ ഒരു ട്രക്ക് ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ മൂന്നാമത്തെ വിഷ് നടത്തി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പോകും മുമ്പ് അവന്റെ പാസ്റ്റ് ആയിട്ടുള്ള ക്രൈമിൽ ഇതുപോലെ ഒരുപാട് എവിഡൻസസ് ഒക്കെ ഉണ്ടെന്നും ശരിക്കും ഒരു സൈക്കോപാത്ത് ആണെങ്കിൽ അങ്ങനെ യാതൊരു എവിഡൻസും ബാക്കി വെക്കില്ലെന്നും അവള് ആ ഒരു ട്രക്ക് ഡ്രൈവറിനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രക്ക് ഡ്രൈവർ അവന്റെ മൂന്നാമത്തെ വിഷ് തന്റെ ഏറ്റവും മുമ്പത്തെ ആ ഒരു കൊലപാതകം ഏറ്റവും പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കുമെന്നും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രക്ക് ഡ്രൈവർ അവന്റെ മൂന്നാമത്തെ വിഷ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിത്ത് എവിഡൻസസ് യങ് അവളുടെ ഒരു നോട്ട്ബുക്കിൽ സൂക്ഷിച്ചു വെക്കുകയും ആ ഒരു നോട്ട്ബുക്ക് ആകട്ടെ പാസ്റ്റിൽ കിടക്കുന്ന യങ്ങിന് കൊടുക്കുവാനും യങ് ഇപ്പോൾ ഇബ്ലിസിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ സെയ്ഡ് അവിടേക്ക് വന്നിട്ട് താൻ ജങ്ങിന്റെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു മണം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇബ്ലിസിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു വലിയ മാൻഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഉള്ളിലായിട്ട് ഷാദിയെ അവര് കാണുന്നുമുണ്ട്. അങ്ങനെ അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഇബ്ലിസ് ഇപ്പോൾ നേരെ യങ്ങിനെ ചെന്ന് കണ്ടിട്ട് അവന്റെ ഒപ്പം ദുബായിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുന്ന താമസം തന്റെ ഒപ്പം തന്റെ മുത്തശ്ശിയും മിഞ്ചിയും കൂട്ടാനായിട്ട് നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വരാമെന്ന് അവൾ പറയുമ്പോൾ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മിഞ്ചിയും മുത്തശ്ശിയും സെയ്ഡും നമ്മുടെ യങ്ങും ഇബ്ലിസും എല്ലാരും കൂടി എയർപോർട്ടിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ ദുബായിൽ പോയിട്ടിപ്പോൾ ലാൻഡ് ചെയ്തതിനു ശേഷം ഇബ്ലിസും യങ്ങും കൂടിയിട്ട് അവരിവിടേക്ക് വന്ന യഥാർത്ഥ ഉദ്ദേശം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മിഞ്ചിയും മുത്തശ്ശിയും കൂടി ദുബായൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ എൻജോയ് ചെയ്ത് ഹോളിഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം അവർ രണ്ടുപേരും കൂടി അവിടെയുള്ള ഒരു മാർക്കറ്റിലേക്ക് എത്തിയിട്ട് ഒരു ജാറിന് ചെന്ന് തൊടുന്നതും അതിൻ്റെ അകത്ത് നിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ജീനി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ജിന്നിയ എന്നായിരുന്നു അവളുടെ പേര്. അവളാകട്ടെ നമ്മുടെ ഇബ്ലിസിന്റെ ഒരു എക്സ് ലവറും ആയിരുന്നു. അങ്ങനെ നമ്മുടെ യങ്ങിനെ കാണുമ്പോൾ തന്നെ അവള് നമ്മുടെ യങ്ങിനെ നോക്കി ബിച്ച് എന്നൊക്കെ വിളിക്കുമ്പോൾ അത് കേട്ട് ഒരേ സമയം കൺഫ്യൂഷനും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു യങ്ങിന്. അങ്ങനെ അതിനുശേഷം അവള് യങ്ങിനെയൊക്കെ കൂട്ടിയിട്ട് അവളുടെ ലാമ്പിലേക്ക് എത്തുകയും വളരെ നാച്ചുറലി ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന അവളുടെ ലാമ്പിനകത്ത് വെച്ചിട്ട് അവര് ചോദിക്കുന്ന ഷാദിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അവള് ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇതേ നേരത്ത് അവൾ എന്തോ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ 20 വർഷത്തെ ആ ഒരു മെമ്മറി മായ്ച്ചു കളഞ്ഞതുകൊണ്ട് ഇബ്ലിസിന് ഓർമ്മയുണ്ടാവില്ലെന്ന് അവൾ പറയാൻ വരുമ്പോഴേക്കും പിന്നീട് എന്തോ ആലോചിച്ച് അവൾ നിർത്തുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ആ ഒരു 20 വർഷം എന്തോ നടന്നിട്ടുണ്ടെന്നും ആ ഒരു 20 വർഷം നടന്ന കാര്യങ്ങളൊക്കെ ഇബ്ലിസിന് ഓർമ്മയില്ലെന്നും അവന്റെ മെമ്മറി എടുത്തു മാറ്റപ്പെട്ടു എന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഇസ്ലായലിനെ കാണിക്കുകയാണെങ്കിൽ അവനപ്പോ സഹാറ എന്ന് പറയുന്ന ഒരു ജീനിയെ പോയിട്ട് കാണുന്നുണ്ട്. ഈ സഹാറയാകട്ടെ ഇപ്പോഴും ഗ്രോയിങ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുടെ വിത്തുകളെ സൂക്ഷിച്ചു വെക്കുന്ന അവരെ വളർത്തുന്ന ഒരു ജീനി ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഇസ്ലായിൽ അവനെ വന്ന് കണ്ടിട്ട് ഇബ്ലിസ് ഉടനെ നിന്നെ കാണാനായിട്ട് വരുമെന്നും പക്ഷെ അവന്റെ മനസ്സിൽ നിന്ന് മായ്ക്കപ്പെട്ട ആ ഒരു 20 വർഷത്തിനെ പറ്റി ഒന്നും തന്നെ നീ അവരുടെ അടുത്ത് പറയാൻ പാടില്ലെന്നും അവനെ വോൺ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവന് ഈ വിത്തുകളൊക്കെ വെച്ച് അവരെ ഫ്ലവേഴ്സ് ആക്കി മാറ്റി ഒരു കാലത്ത് എല്ലാ സോളുകളെയും നന്നായി തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നെങ്കിലും പിന്നീട് എന്തോ സംഭവിച്ചിട്ട് ഇപ്പൊ അവൻ ആകെ കൂടി ഒരൊറ്റ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ഫ്ലവറിനെ മാത്രമേ അവന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ദുബായിൽ കാണിക്കുകയാണെങ്കിൽ ഓൾറെഡി ജിനിയനൊക്കെ കണ്ട് ജലസ് അടിക്കുന്ന യങ് അപ്പോൾ സെയ്ഡിനെ പോയിട്ട് കണ്ടിട്ട് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സെയ്ഡിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് ജിനിയ അവനെ ഇട്ടിട്ട് പോയതാണെന്ന് പറയുമ്പോൾ അവൾക്ക് സന്തോഷവും ചെറിയൊരു കൺഫ്യൂഷനും തോന്നുന്നുണ്ട്. ഇതേ നേരം തന്നെ മിഞ്ചിയും നമ്മളുടെ യങ്ങിന്റെ ഗ്രാൻഡ് മദറിന്റെ ആ ഒരു യൂത്തും നന്നായി ഒത്തുപോകുന്നതും അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നതും നമ്മൾ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ശരിക്കും ഈ ഒരു മിഞ്ചി ആക്ച്വലി ഒരു ലെസ്ബിയൻ ആണ്. അതുകൊണ്ട് തന്നെ അവരോട് ചില നേരത്തെ മിഞ്ചോട്ടുള്ള ആ ഒരു കെയറിങ്ങും ഒക്കെ കാണുമ്പോൾ ഇനി അവൾക്ക് മുത്തശ്ശിയുടെ അടുത്ത് എന്തെങ്കിലും ഫീലിങ്സ് ഉള്ളതായിട്ടും നമുക്ക് ഡൗട്ടൊക്കെ തോന്നും. കാരണം അത് യങ്ങിന്റെ മുത്തശ്ശിയാന്നുള്ളൊരു കാര്യം ഇതുവരെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെ നമ്മുടെ യങ് ഇപ്പോൾ അവിടെ നടന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ഇബ്ലിസിന്റെ സ്വേർഡാണെന്ന് പറഞ്ഞിട്ട് അവിടെ അവള് ഒരൊറ്റ മനുഷ്യന് പോലും പൊക്കാൻ പറ്റാത്ത രീതിയിൽ കുത്തിത്തറച്ചിരിക്കുന്ന ഒരു സ്വേർഡിനെ കാണുന്നുണ്ട്. ഉടനെ തന്നെ അവൾ ഈ ഒരു കാര്യം ഇബ്ലിസിനോട് പറയുകയും ഇബ്ലിസ് വന്ന് ഈസിലി സ്വേർഡിനെ പറിച്ചെടുക്കുകയും പിന്നീട് അതിനൊരു പ്രശ്നമാവേണ്ടെന്ന്
ആണെന്ന് കരുതി അത് തിരിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ അത് ഇബ്ലിസിന്റെ സ്വന്തം സ്വേർഡാണെന്നും പക്ഷെ അത് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു കാര്യത്തിൽ ഇബ്ലിസ് ആകെ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം കൊറിയയിലിപ്പോൾ നമ്മുടെ യങ് പോയതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് തന്റെ ജോലിയും എല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ബൂ എന്ന അവളുടെ ഒരു പണ്ടത്തെ ക്ലാസ്മേറ്റ്. ഇതേ നേരം ഈ ഒരു ജീനിയുടെ വിഷുകളൊക്കെ കറക്റ്റ് ആക്കാനായിട്ട് തുടങ്ങിയ ആദ്യത്തെ ഇൻസിയോൺ എന്ന ആ ഒരു മാർക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡി ആകട്ടെ നേരത്തെ ഇബ്ലിസ് പറഞ്ഞതുപോലെ തന്നെ തന്റെ ലാസ്റ്റത്തെ ആ ഒരു വിഷ് തന്റെ ബാക്കിയുള്ള 2 വിഷുകളും മറക്കാനായിട്ട് ആഗ്രഹിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു ലാബിനെ പറ്റിയിട്ടും നമ്മുടെ ജീനിയെ പറ്റിയിട്ടുള്ള എല്ലാ ഓർമ്മകളും അവൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ ആദ്യം അവൾ ഇരുന്ന പൊസിഷനിൽ നിന്ന് ഇപ്പോൾ ഒരു ബിഗ് സീറോയിലേക്ക് വീണ് പോയിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ താനിങ്ങനെ അവസാനത്തെ ആ ഒരു ലാസ്റ്റ് വിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീനിയെ പറ്റിയും ലാബിനെ പറ്റിയും എല്ലാം മറന്നു പോകുമെന്ന് അറിയുന്ന യങ്ങിനിപ്പോ എന്തോ ഒരു വിഷമമൊക്കെ അവളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം നമ്മുടെ ഇബ്ലിസിന്റെ അസിസ്റ്റന്റ് പോലെ കൂടെ നടക്കുന്ന സെയ്ഡ് ഇപ്പോൾ ആകെ ദേഷ്യം വന്നിട്ട് നേരെ ഇസ്രായേലിനെ കയറി അവനെ അറ്റാക്ക് ചെയ്യാണ്. കാരണം എന്താന്ന് വെച്ചാൽ ശരിക്കും ഈ ഒരു സെയ്ഡിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഇസ്രായേലിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഐറമ എന്ന് പറഞ്ഞ ആ ഒരു പക്ഷി. പക്ഷേ ഇബ്ലിസ് ഈ പറഞ്ഞ ജിന്നിയനൊക്കെ പോയിട്ട് മീറ്റ് ചെയ്യുന്നത് അറിയുന്ന ഇസ്രായേല് ഇതിനൊക്കെ അവനെ ഹെൽപ്പ് ചെയ്തത് ഐറമാണെന്ന് പറഞ്ഞിട്ട് അവളുടെ സൗണ്ട് എടുക്കുകയും അതുകൊണ്ട് അവൾക്ക് ആരോടും മിണ്ടാൻ പറ്റാത്ത രീതിയിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ സെയ്ഡ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ സെയ്ഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടേക്ക് ഇബ്ലിസും എത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ സംസാരിക്കുമ്പോഴാണ് ഇത്ര നേരം ഇബ്ലിസ് വിചാരിച്ചിരുന്നത് പോലെ ഈ ഷാദി എന്ന് പറഞ്ഞ ആ ഒരു ജീനിയെ ഈ ജങ് പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്നതല്ലെന്നും ശരിക്കും ഈ ജീനിയായിട്ടുള്ള ഷാദിയുടെ രക്തത്തിൽ പിറന്ന അവന്റെ മകനാണ് ജങ് എന്നുള്ള ആ ഒരു സത്യം ഇസ്രായേൽ ഇപ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആകെ ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഇബ്ലിസ്. ഇതേ നേരം തന്നെ യങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോൾ അവളുടെ സ്ഥിരം റൂട്ടീൻ പ്രകാരം ഒരു ഹൈക്കിങ്ങിനൊക്കെ പോയിരിക്കുന്ന സമയമായിരുന്നു. അവിടെ വെച്ച് അവൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ജൂണിനെയും മീറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അവന് മുമ്പ് പരിചയമുള്ള കാരണം കൊണ്ട് അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അവന്റെ ആ ഒരു മാനറിസം ഒക്കെ മാറിയിട്ട് നീ എന്നോട് ക്ഷമിക്കണമെന്നും ഇത് അവരെന്നോട് ചെയ്യാൻ പറഞ്ഞ ഡ്യൂട്ടിയാണെന്നും ചെയ്യാതിരിക്കാല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എനിക്കില്ലെന്നും എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ കടങ്ങളൊക്കെ തീർക്കണമെന്നും പറഞ്ഞിട്ട് അവനിപ്പോൾ ഒന്നും നോക്കാണ്ട് പാവം നമ്മുടെ യങ്ങിനെ ആ ഒരു വലിയ ക്ലിഫിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നുണ്ട്. ആക്ച്വലി അവനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യാനായിട്ട് വിട്ടത് ജങ് എന്ന് പറഞ്ഞ ആ ഒരു കാലിന് വയ്യാത്ത കാലിഡ് എന്നൊക്കെ പേരുള്ള ആ ഒരു കുട്ടി തന്നെയായിരുന്നു. കാരണം നമ്മുടെ ഇബ്ലിസിന്റെ ഇപ്പോഴത്തെ മാസ്റ്റർ യങ് ആണെന്നും അവൾ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് പുതിയ മാസ്റ്റർ ആവാൻ പറ്റുമെന്ന ധാരണയിലാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ നേരം തന്നെ ആ ഒരു ക്ലിഫിന്റെ മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്ന യങ് സ്വയം അവളുടെ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ആ ഒരു വീഴുന്ന ഗ്യാപ്പിൽ തന്നെ തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ ലൈഫിൽ തനിക്ക് ലഭിച്ച ഒരുപാട് നല്ല മനുഷ്യരെ പറ്റി അവൾ ഓർക്കുന്നതിന്റെ ഇടയിൽ അവളുടെ മനസ്സിലേക്ക് ഇബ്ലിസിന്റെ ആ ഒരു രൂപവും വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവനെ വിളിച്ച് അവളുടെ ലാസ്റ്റ് വിഷ് സ്വയം തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്ട് അവള് സ്വയം അവളുടെ മരണം തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അവിടേക്ക് ഇബ്ലിസ് പാഞ്ഞെത്തുകയും അവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടാണ് നിന്റെ 3ാമത്തെ വിഷ് ഉപയോഗിക്കാത്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ താൻ എങ്ങാനും അങ്ങനെ തന്റെ 3ാമത്തെ വിഷ് എളുപ്പം യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് തനിക്ക് ജീനിയായിട്ടുള്ള നമ്മുടെ ഇബ്ലിസിനെ കാണാനായിട്ട് സാധിക്കില്ലെന്നും അങ്ങനെ അതിലും ഭേദം അവൾ സ്വയം മരിക്കുന്നതാണെന്നും അവൾ പറയുമ്പോൾ അവൾക്ക് അവനോടുള്ള ആ ഒരു ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവളിപ്പോൾ അവിടെ നിന്ന് എംബ്രേസ് ചെയ്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഇബ്ലിസിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കൂടെ നമ്മുടെ യങ്ങിന്റെ ആ ഒരു ക്യാരക്ടർ പതിയെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരിക്കൽ വളരെ സൈക്കോപാത്തായിട്ട് മറ്റാർക്കും യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാണ്ട് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്ടിരുന്ന യങ് ഇപ്പോൾ പയ്യെ മാറി തുടങ്ങിയതും കുറച്ചൊക്കെ ഹ്യൂമാനിറ്റി അവളുടെ ഉള്ളിലേക്കായിട്ട് വരുന്നതും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു 20 വർഷത്തെ ഗ്യാപ്പിനെ പറ്റിയിട്ടും ഷാദി ഈ ജങ്ങിന്റെ അച്ഛനാണെങ്കിൽ ഈ ഹൻബിഷ് ആരാണെന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവും എന്നെനിക്കറിയാം. എനിവേ അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാം കേട്ടോ. സോ ഇനി വരുന്ന എപ്പിസോഡ്സ് നിങ്ങളാരും കാണാൻ വിട്ടുപോകരുതേ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രാമ ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇനിയും ഒരുപാട് ട്വിസ്റ്റുകളും ടോൺസ് ഒക്കെ നിറഞ്ഞ എപ്പിസോഡ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye bye.